നമസ്കാരം. നേപ്പാളിൽ രാജവാഴ്ച നീങ്ങിയിട്ട് വർഷം 17ആയി. 2015 സ്വീകരിച്ച ഭരണഘടനാ പ്രകാരം മതനിരപേക്ഷ റിപ്പബ്ലിക്കാണ് ആ രാജ്യം. പക്ഷേ രാജഭരണം തിരിച്ചു വേണമെന്നും നേപ്പാളിനെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഇപ്പോൾ മാർച്ച് 28-ന് ഈ ആവശ്യവുമായി ഒരു കൂട്ടം ആളുകൾ തെരുവിൽ പ്രക്ഷോഭം നടത്തി. ജനാധിപത്യ പാർട്ടികൾ നിറഞ്ഞ നേപ്പാൾ സർക്കാർ പോലീസിനെ ഇറക്കി പ്രക്ഷോഭത്തെ നേരിട്ടു. വെടിവെപ്പും കണ്ണീർവാതക പ്രയോഗവുമുണ്ടായി. പ്രക്ഷോഭകരിൽ 2 പേർ മരിച്ചു, 20 പേർക്ക് പരിക്കേറ്റു. 100-ലേറെ പേരെ അറസ്റ്റ് ചെയ്തു. രാജഭരണത്തിന് അനുകൂലമായി റാലി നടക്കുമ്പോൾ 6 കിലോമീറ്റർ അകലെ ഇടതുമുന്നണിയുടെ എതിർ റാലിയും നടന്നു. 2 മുൻ പ്രധാനമന്ത്രിമാർ, മാവോയിസ്റ്റ് സെന്റർ നേതാവ് പുഷ്മകൾ ദഹലും യൂണിഫൈഡ് സോഷ്യലിസ്റ്റ് നേതാവ് മാധവ് കുമാർ നേപ്പാളും അവിടെ പ്രസംഗിച്ചു. വീണ്ടും കിരീടമണിയാമെന്ന സ്വപ്നം വേണ്ട എന്ന് അവർ രാജാവ് ഗ്യാനേഷ് ഷായ്ക്ക് മുന്നറിയിപ്പ് നൽകി. രാജാവിനെ അറസ്റ്റ് ചെയ്യാൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഏതാണ്ട് 240 വർഷത്തെ രാജഭരണത്തിന് ശേഷം 2008-ലാണ് നേപ്പാൾ ജനാധിപത്യത്തിലേക്ക് യാത്ര തുടങ്ങിയത്. നേപ്പാളിലെ അവസാനത്തെ രാജാവാണ് ജ്ഞാനേന്ദ്ര ഷാ. വീണ്ടും രാജ്യം ഭരിക്കണമെന്ന മോഹം ജ്ഞാനേന്ദ്ര ഷാ തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ നേപ്പാളിന്റെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹ്യ അവസ്ഥയിലുള്ള ആശങ്ക അറിയിച്ച് സന്ദേശങ്ങൾ ഇറക്കാറുണ്ട്. ജനങ്ങളുമായി സമ്പർക്കം സൂക്ഷിക്കുന്നുമുണ്ട്. നേപ്പാളിന്റെ ജനാധിപത്യ ദിനമായ ഫെബ്രുവരി 18-ന് ഷാ ജനങ്ങൾക്കയച്ച സന്ദേശത്തിൽ ജനാധിപത്യ സർക്കാരിനെതിരെ ഒരു ഒളിയമ്പുണ്ടായിരുന്നു. രാജഭരണം ഒഴിഞ്ഞ നേപ്പാളിൽ പ്രതീക്ഷിച്ച ക്ഷേമമുണ്ടാകുന്നില്ല. നേപ്പാൾ പോലൊരു പരമ്പരാഗത സമൂഹത്തിൽ നാനാത്വത്തിലെ ഏകത്വത്തിന്റെ പ്രതീകമായി രാജാവ് വേണമെന്നായിരുന്നു അത്. ഒരു വിഭാഗം ജനങ്ങൾക്ക് അതിഷ്ടപ്പെട്ടു. പൊഖറയിലെ അവധി ആഘോഷം കഴിഞ്ഞ് കാഠ്മണ്ഡുവിൽ വിമാനമിറങ്ങിയ രാജാവിനെ എതിരേൽക്കാൻ ആയിരക്കണക്കിന് ജനങ്ങളാണ് എത്തിയത്. രാജാവെ തിരിച്ചു വരൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന വിളികൾ മുഴങ്ങി. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. രാജഭരണം പുനഃസ്ഥാപനത്തിനായി 87-കാരൻ നവാബ് രാജ് സുബേദി കൺവീനറായി ഒരു സമിതി ഉണ്ടാക്കി. ആ സമിതിയുടെയും രാജവാഴ്ചയ്ക്കായി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടിയുടെയും നേതൃത്വത്തിൽ മാർച്ച് 28-ന് അക്രമാസക്തമായ ഒരു പ്രക്ഷോഭമുണ്ടായി. രാജാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ പ്രചണ്ഡയെയും മാധവ് നേപ്പാളിനെയും അറസ്റ്റ് ചെയ്യാൻ ആവശ്യമുയർന്നു. കൺവീനർ സുബേദി വീട്ടുതടങ്കലിലായി. മറ്റു നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു നാൾ കഴിഞ്ഞ് പാർലമെന്റ് ചേർന്നപ്പോൾ ഭരണസഖ്യത്തിലെ MP-മാരും ജ്ഞാനേന്ദ്ര ഷായുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടു. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തു കാണിക്കൂ എന്നായി RPP. 2008-ൽ രാജഭരണം അവസാനിച്ച ശേഷം നേപ്പാളിൽ വന്നത് 13 സർക്കാരുകൾ. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ കൂടാതെ ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത പ്രതിനിധികളെ നൽകുന്ന അനുപാതിക പ്രാതിനിധ്യ രീതിയും ചേർന്നാണ് നേപ്പാളിന്റെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം. അതുകൊണ്ട് തന്നെ ഒരൊറ്റ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുക പ്രയാസമാണ്. അതിനാൽ സഖ്യ സർക്കാരുകളാണ് നേപ്പാൾ ഭരിക്കാറ്. അവയുണ്ടാക്കുന്നതാകട്ടെ വെറും രാഷ്ട്രീയ വിലപേശലിന്റെ അടിസ്ഥാനത്തിലാണ്. നല്ല രീതിയിൽ അഴിമതി നടക്കുന്നുണ്ട്. നടപടിയെടുക്കണമെങ്കിൽ മന്ത്രിസഭയുടെ അനുമതി വേണം. നേപ്പാളിൽ രാജഭരണ അനുകൂല പ്രക്ഷോഭം ആളിക്കത്തിച്ച് അത് ഇന്ത്യയാണെന്നും ആരോപണവുമായി പ്രധാനമന്ത്രി ഒലി രംഗത്തെത്തി. പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർ ജ്ഞാനേന്ദ്രയുടെ ചിത്രത്തിനൊപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ചിത്രവും ഉയർത്തിപ്പിടിച്ചതാണ് ഇങ്ങനെ ഒരു ആരോപണത്തിന് ഇടയാക്കിയത്. യോഗി ആദിത്യനാഥ് മുഖ്യ പുരോഹിതനായ ഗോരഖ്നാഥ് മഠത്തിൽ നേപ്പാൾ രാജകുടുംബവുമായി ചരിത്രപരമായ ഒരു ബന്ധം യോഗി ആദിത്യനാഥിനുണ്ട്. മുഖ്യമന്ത്രിയാകും മുമ്പ് നേപ്പാളിലെ രാജഭരണത്തിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് ആദിത്യനാഥ് സംസാരിച്ചിട്ടുമുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങൾ നേപ്പാളിലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. രാജഭരണം പുനഃസ്ഥാപിക്കാൻ സാധ്യതയില്ല എന്നാണ് വിവരം. കാരണം അങ്ങനെ രാജഭരണം പുനഃസ്ഥാപിക്കണമെങ്കിൽ ആദ്യം അവിടുത്തെ നിയമം ഭേദഗതി ചെയ്യണം. പാർലമെന്റിൽ മുന്നിൽ 2 ഭൂരിപക്ഷം വേണം. 14 അംഗങ്ങൾ മാത്രമുള്ള RPP വിചാരിച്ചാൽ അത് നടക്കില്ല. പിന്നെയുള്ളത് നിരന്തര പ്രക്ഷോഭങ്ങളിലൂടെ ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ പറ്റും എന്നത് മാത്രമാണ്. അതിനിടെ ബംഗ്ലാദേശിലെ പോലെ സ്ഥിതിവിശേഷം നേപ്പാളിൽ സംജാതമായാൽ അത്രയും നല്ലത് എന്നാകാം രാജാനുകൂലികളുടെ മനസ്സിലിരിപ്പ്. എന്തായാലും വരും ദിവസങ്ങളിൽ നേപ്പാളിൽ രാജഭരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രക്ഷോഭം നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital Killipalam Thiruvananthapuram.
5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദ മഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.